ലോകരാജ്യങ്ങളെ ആകെ ആകർഷിക്കും വിധം നിക്ഷേപ സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും അഴിമതി തുടച്ചു നീക്കുക തന്നെ വേണം. അതിനായി വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ നടത്തിവരുന്ന അഴിമതി മുക്ത കേരളം ക്യാമ്പയിൻ നിർണായക നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികളുടെ നടത്തിപ്പും വികസന പ്രവർത്തനങ്ങളും ദൈനംദിന ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സേവനങ്ങളും സുതാര്യമായും കാര്യക്ഷമതയോടെയും ജനങ്ങളിൽ എത്തിക്കലാണ് പ്രധാനം. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സാധ്യതയുള്ള അഴിമതിയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലാതാക്കുക എന്നതും പ്രധാന ലക്ഷ്യമാണ്. സീറോ ടോളറൻസ് ടു കറപ്ഷൻ എന്നൊരു നയം തന്നെ ഇതിനായി നടപ്പാക്കുകയാണ്. പൊതുജനങ്ങളുമായി നിരന്തര സമ്പർക്കം പുലർത്തി അവരുടെ ക്ഷേമത്തിനും ദുരിത നിവാരണത്തിനുമായി പ്രവർത്തിക്കേണ്ട വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ നടത്തുന്ന അഴിമതി അതീവ ഗൗരവമുള്ള വിഷയമാണ്. ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെടുകയോ സ്വീകരിക്കുകയോ ചെയ്യുമ്പോൾ അവരെ കൊടുക്കാൻ VACB ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ട്. എല്ലാ ഓഫീസുകളിലും വിവരദാതാക്കളുടെ ശൃംഖല വികസിപ്പിച്ചെടുക്കുകയും അഴിമതിക്കാരെ നിരീക്ഷിക്കുകയും കൈക്കൂലി ആവശ്യപ്പെടുന്നതിനെതിരെ പരാതി നൽകാൻ സാധാരണക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിൻ്റെ ഫലമായി 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായി അഴിമതിക്കാരായ 36 പേരെ അറസ്റ്റ് ചെയ്തു. 25 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ജനുവരി 8, ഫെബ്രുവരി 9, മാർച്ച് 8. നമ്മുടെ വിജിലൻസിന്റെ ചരിത്രത്തിൽ 3 മാസത്തിനുള്ളിൽ ഇത്രയധികം ട്രാപ്പ് കേസുകളും അറസ്റ്റും നടക്കുന്നത് ആദ്യമായാണ്. ഇക്കഴിഞ്ഞ മാർച്ചിൽ മാത്രം 8 കേസുകളിലായി 14 പേരെ വിജിലൻസ് കൈയോടെ പിടികൂടി. ജനുവരിയിൽ 8 കേസുകളിലായി 9 പേരെ, ഫെബ്രുവരിയിൽ 9 കേസുകളിലായി 13 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ 14 റവന്യൂ ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണം, പോലീസ് വകുപ്പുകളിൽ നിന്നും 4 വീതം ഉദ്യോഗസ്ഥർ, വനം വകുപ്പിൽ നിന്ന് 2 പേർ, വാട്ടർ അതോറിറ്റി, മോട്ടോർ വാഹനം രജിസ്ട്രേഷൻ ഈ വകുപ്പുകളിൽ നിന്നും ഓരോരുത്തർ വീതം, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ, ഇവരെല്ലാമാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. കൂടാതെ 4 ഏജന്റുമാരെയും സർക്കാർ ഉദ്യോഗസ്ഥന് നൽകാനെന്ന വ്യാജേന കൈക്കൂലി വാങ്ങിയ 4 പേരെയും വിജിലൻസ് അറസ്റ്റ് ചെയ്തു. ഡിജിറ്റൽ പണമിടപാടായി കൈക്കൂലി സ്വീകരിച്ചതും മദ്യം പാരിതോഷികമായി കൈപ്പറ്റിയതും ഇതിൽപ്പെടും. വിജിലൻസ് നടപടികളുടെയും ശുപാർശകളുടെയും ഫലമായി മോട്ടോർ വാഹന വകുപ്പിൻ്റെ ബോർഡർ ചെക്ക് പോസ്റ്റ് രാത്രികാലങ്ങളിൽ നിർത്തലാക്കി. വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനകളെ തുടർന്ന് മോട്ടോർ വാഹനം, മൈനിങ് ആൻഡ് ജിയോളജി, GST എന്നീ 3 വകുപ്പുകളിൽ നിന്ന് അധിക പിഴ
റോയൽറ്റി, പെനാൽറ്റി, നികുതി ഇങ്ങനെ സർക്കാരിന് 500 കോടി രൂപയുടെ അധിക വാർഷിക വരുമാനം ഉണ്ടായതായി കണക്കാക്കുകയാണ്. വിജിലൻസ് പ്രവർത്തനങ്ങളിൽ കാലികമായ പ്രൊഫഷണലിസം കൊണ്ടുവന്നിട്ടുണ്ട്. അഴിമതി കേസുകൾ കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കുന്നതിനും അഴിമതി പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഏജന്റുമാരെ പിടികൂടുന്നതിനും ഇതിലൂടെ കഴിഞ്ഞു.